ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുമ്പോൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റീൽ ഉണ്ട്, ഒരു കമന്റിന് റിയാക്ട് ചെയ്തിട്ട്. ഇപ്പൊ 2 മാസം മുന്നേ സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അല്ലെങ്കിൽ ആളുകൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായി. അപ്പോൾ ഇങ്ങനെ എത്ര പേരുണ്ട് ഒരു വൈകാരിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസേബിലിറ്റി വെച്ചിട്ടോ എത്ര പേര് നമ്മുടെ ഇടയിൽ നിന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വളർന്നു വരുന്നു. ഞാനിപ്പോൾ അതായത് ഇനിയുള്ള എൻ്റെ ലൈഫിൽ എൻ്റെ ലക്ഷ്യങ്ങൾ കുറച്ചേ ഉള്ളൂ. ഇനി എൻ്റെ അങ്ങോട്ടുള്ള ലൈഫിൽ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രചോദനമാവാൻ എന്നെ കൊണ്ട് പറ്റിയാൽ. ഒരുപാട് വ്യക്തികൾ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമ്മളെപ്പോലെ ഡിസേബിലിറ്റി അനുഭവിക്കുന്നു, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനം, ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റി, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൂവി, അഭിനയം, ഡാൻസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കിടക്കുന്ന ഒരാൾക്ക്, എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സ്പാർക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് എൻ്റെ എനിക്കും ചെയ്യാൻ പറ്റുമെന്നൊരു സ്പാർക്ക്. അല്ല കിടക്കുന്ന ഒരാളെ എണീറ്റ് നടത്താമെന്നല്ല പറയുന്നത്. ഇവിടെ ഒരു സ്പാർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ഒന്നുമില്ല. വുമൻസിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, മെൻസിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ ആളുണ്ട്, എന്തിനു പറയുന്നത് തടിയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, കറുപ്പിനും വെളുപ്പിനും വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ഒരു ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആരും സംസാരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ അധികമൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്നെ അറിയാം. ഞാൻ അനുഭവിച്ച സ്ട്രഗിളിങ് അറിയാം, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അറിയാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കുള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാകാൻ പറ്റും. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.